ദക്ഷിണമേഖല ഓൾ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ ലഘുലേഖകൾ വിതരണം ചെയ്തു. ദക്ഷിണമേഖല ഓൾ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം. ചേർത്തല KSRTC ബസ് സ്റ്റേഷനിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. എക്സൈസ് വകുപ്പിലെ വിമുക്തി ലഹരി വർജന മിഷൻ പുറത്തിറക്കിയ ആസക്തി ലഹരിയോടല്ല ജീവിതത്തോടാകട്ടെ എന്ന ലഘുലേഖ KSRTC സൂപ്രണ്ട് A. പ്രമീളയ്ക്ക് നൽകിക്കൊണ്ട് ഡോക്ടർ തോമസ് വി പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. എയ്ഡ്സും അതുപോലെ കോവിഡുമൊക്കെ ഒരു പരിധിവരെ വന്നിരുന്നത് ഞങ്ങളെയൊക്കെ പോലുള്ള സീനിയർ പൗരന്മാരെ ആണെങ്കിൽ, സിറ്റിസൺസിനെ ആണെങ്കിൽ, ഈ രാസലഹരിയുടെ ആപത്ത്, ഈ ക്യാൻസർ പോലെയുള്ള ആപത്ത് പടർന്നു പിടിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ മുകുളങ്ങളായ ചെറുപ്പക്കാരെയാണ്, യുവാക്കളെയാണ്, വിദ്യാർത്ഥികളെയാണ്. അത് ഈ നാടിൻ്റെ ഭാവി തകർക്കും. കാരണം ഭാവിയുടെ ഏത് രാഷ്ട്രത്തിൻ്റെയും ഏത് സമൂഹത്തിൻ്റെയും നട്ടെല്ലെന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ്. നമ്മുടെ യുവാക്കൾ ആവശ്യമില്ലാതെ ക്ഷോഭിക്കുന്നു. അവരവരുടെ വീട്ടിലെ അടഞ്ഞ മുറിയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. അവർ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ കൂട്ടം ചേരുന്നു. ഇരുട്ടും ആളൊഴിഞ്ഞായിട്ട് സ്ഥലങ്ങളിൽ കൂട്ടം ചേരുന്നു. ക്യാമ്പസിൽ, കോളേജിൽ, ക്ലാസ്സിൽ അധ്യാപകർ വഴക്ക് പറഞ്ഞാൽ കത്തിയെടുത്ത് അധ്യാപകനെ കുത്തുന്നു. എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ? അപ്പോൾ ഇതിന് വലിയൊരു ഘടകം, വലിയൊരു പരിധിവരെ നമ്മുടെ കുട്ടികളെ ഈ ലഹരി അവരെ അടിമപ്പെടുത്തിയിരിക്കുന്നു. വേളൂർവട്ടം ശശികുമാർ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ P. ബിനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു രാസലഹരി എന്ന് പറയുന്നത്. ഇപ്പോൾ രാസലഹരി എന്ന് പറയുന്നതാണ് വിഷയം. ഇന്നത്തെ പ്രധാന വിഷയം രാസലഹരിയാണ്. എന്താണ് ഈ രാസലഹരി എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിന് നമ്മളല്ലാതാക്കുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ മാറ്റിയെടുത്ത് നമ്മളെ ശരീരത്തിനെ കൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുക, നമ്മുടെ ബ്രെയിനിൻ്റെ താളം തെറ്റിക്കുക. ഇതുവഴി ക്രിമിനലുകളായി മാറുകയാണ് നമ്മുടെ യുവതലമുറ മുഴുവനും. ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന പത്രങ്ങളെടുത്താൽ ചോരയില്ലാത്ത വാർത്ത ഇല്ലാത്ത ഒരു ദിവസമില്ല. നമ്മുടെ അടുത്ത കാലങ്ങളിൽ നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഈ രാസലഹരികളുടെ അതിപ്രസരം കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഓരോ വാർഡ് തലത്തിലും ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെല്ലുമ്പോൾ ഓരോ വാർഡിൽ നിന്നും നമുക്ക് കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും തുറന്നു പറയാൻ മടിക്കുന്ന വാർത്തകളാണ് നമ്മളോട് രഹസ്യമായി അവർ പറയുന്നത്. ഞങ്ങൾ പരമാവധി ഇവരുടെ വീടാന്തരം കയറി, എക്സൈസും പോലീസും വളരെ ശ്രമകരമായൊരു ജോലിയാണ്. വീടാന്തരം കയറി ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് വേണ്ടപ്പെട്ട ചികിത്സ നടത്തുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ലഹരിയിലേക്ക് വീഴാൻ ടെൻഡൻസി ആയിട്ട് നിൽക്കുന്ന യുവതലമുറയെ വ്യക്തിപരമായി വിളിച്ച് അവരുടെ പേരൻസിൻ്റെ സാന്നിധ്യത്തിൽ കൗൺസിലിംഗ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുനിസിപ്പൽ കൗൺസിലർ A. അജി സംസാരിച്ചു.